കിട്ടിയത്. നല്ലൊരു വിഷമം കേട്ടോ. വേറെ ഒന്നല്ല, മുന്നേ കുറച്ച് കാര്യങ്ങൾ അത് ശരിക്കും നമുക്ക് ഇരുന്ന് എത്രത്തോളം വലുതാണ്. ഇത്രയും വർഷം ഈ വീട്ടിൽ ജീവിച്ചിട്ട് ഒരാൾക്ക് ഇത്ര ബുദ്ധിമുട്ടോ വിഷമോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും കാശിന് വേണ്ടി ഞാനും അനുവേട്ടനും ഊറ്റിക്ക്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉപ്പും മുളകും ലൈറ്റ് നന്ദു വേറൊരു വിവാഹം കഴിച്ചു. അങ്ങനെ അവർ സന്തോഷമായിട്ട് കഴിയുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും അത് കുത്തിപ്പോക്കുന്ന രീതിയിലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ കുറേ പേര് റിയാക്ട് ചെയ്തതാണ്. കല്യാണം കഴിഞ്ഞു അവരുടെ പാട്ടിന് വിടുക, പിന്നെയും പേഴ്സണൽ മാറ്റേഴ്സ് വന്നിട്ട് പബ്ലിക്കിന് മുമ്പിൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഇവർ വീണ്ടും അവർ നന്ദു പറഞ്ഞത് ഒരു കാര്യമാണ്, പക്ഷേ അവർ വീട്ടുകാർ പറയണത് വേറെ തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ജീവിക്കുന്നത്. ശരിയാണ്, നമ്മൾക്ക് വിഷമം ഉണ്ടാവും. ഒരു മോള് ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ വിഷമം ഉണ്ടാവും. വീണ്ടും നമ്മളത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അവർ എന്ത് വീഡിയോ ആണോ ഇടുന്നത് അതിനെതിരെ വിമർശിച്ച് അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു പ്രയോജനമില്ല എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ അവരുടെ നന്ദനയുടെ അമ്മയും അച്ഛനും ആണെങ്കിൽ അത് അവരെന്താണോ വീഡിയോ ഇടുന്നത് അതിനെ വിമർശിക്കുന്ന രീതിയിൽ ഇതാണ് പറഞ്ഞിട്ട് എന്താ പറയുക, പബ്ലിക്കിന് മുമ്പിൽ ഇവരിന് പേഴ്സണൽ മാറ്റേഴ്സ് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നന്ദനയും അവരും ഒന്നും ഇതിൻ്റെ കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല. അവരുടേതായിട്ടുള്ള ലൈഫായിട്ട് അവർ മുന്നോട്ട് പോകണം. എന്തോ യൂട്യൂബിൽ പൈസ വരാൻ എന്തോ താമസിച്ചു ആ തരത്തിലുള്ള എന്തൊരു വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവരത് എടുത്തിട്ട് വേറെ എന്തോ തരത്തിലാക്കിയിട്ട് അവരങ്ങനെ ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്ദന ആ വീഡിയോ ഇട്ടത് ഒരു മാസത്തെ റവന്യൂ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതെന്തോ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഇതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉപ്പുമുളക് ലൈറ്റിലെ അച്ഛനും അമ്മയും അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഇവരെ കുറ്റം പറയുന്ന രീതിയിൽ ഒരു വീഡിയോ ആയിട്ട് വന്നു. അപ്പോൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. നമ്മൾ കഴിഞ്ഞു, എല്ലാം പറഞ്ഞ് കഴിഞ്ഞതാണ്. ഒരിക്കലും എനിക്ക് എപ്പോഴും പറയാനുള്ളത്, ഒരിക്കലും നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് നമ്മൾ പബ്ലിക്കിന് മുമ്പിൽ വിളിച്ച് പറയരുത്. നാളെ ചിലപ്പോൾ നമ്മൾ ഒന്നാകാം, പക്ഷെ ആ പറഞ്ഞ വാക്കുകൾ അതാരും മറക്കില്ല. അത് പിന്നീടും അത് അങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പോൾ എന്താ പറയുക, പ്രവീൺ കൊച്ചു അവരുടെ കാര്യം തന്നെ എടുത്ത് നോക്കും. അവർ പിണങ്ങി അതെല്ലാം പബ്ലിക്കിന് മുമ്പിൽ നാറ്റിച്ചു, പിന്നെ അവർ ഒന്നിക്കുകയും ചെയ്തു. ഇപ്പോൾ ആ പറഞ്ഞ വാക്കുകളൊക്കെ എന്തായി, ആ കേൾക്കുന്നവർക്ക് അത് മറക്കില്ല, പക്ഷെ അത് അനുഭവിച്ചവർ അത് ചിലപ്പോൾ മറക്കുമായിരിക്കും. പക്ഷെ ആ കേൾക്കുന്ന ആളുകൾ ഒരിക്കലും അത് മറക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ പബ്ലിക്കിന് മുമ്പിൽ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുമ്പോൾ സൂക്ഷിക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നാളെ ഒന്നിച്ചേക്കാം. അപ്പോൾ ഈ പറയുന്ന വാക്കുകളൊന്നും അന്നേരം തിരിച്ചെടുക്കാൻ പറ്റില്ല. ഈ റിയാക്ട് ചെയ്തവരുടെ വീഡിയോസുകളൊക്കെ അവിടെ തന്നെ അപ്പോൾ കിടക്കുന്നുണ്ടാകും. എന്തായാലും അവരുടെ കുറച്ച് വീഡിയോ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. നമ്മുടെ അക്കൗണ്ട് നമ്പർ ചേഞ്ച് ചെയ്യണേല് ഏട്ടനൊരു പുതിയ അക്കൗണ്ട് എടുത്തിട്ട് പോയിട്ട് നമ്മൾ അത് കൊടുക്കുകയും ചെയ്തത്. അപ്പൊ അത് കൊടുത്തപ്പോ നമ്മൾ അടിച്ചതില് എന്തുണ്ടായത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ കൊറേ വട്ടം നോക്കിയിട്ടൊക്കെയാണ് അടിച്ചത്. പക്ഷെ 2 നമ്പർ തെറ്റി, 2 നമ്പർ മാറിപ്പോയി. അതാണല്ലോ 2 നമ്പർ മാറിപ്പോയി. അപ്പൊ നമ്മള് പേയ്മെന്റ് 21 തൊട്ട് 27 ദിവസം 27-ാം തീയതി വരെ നമുക്ക് വരുമല്ലോ. പക്ഷെ ഞങ്ങൾ അത്രയും ദിവസം അപ്പൊ ഞങ്ങൾക്ക് അതിൽ ഗൂഗിൾ പേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ബാങ്കിലേക്ക് വിളിച്ചു ചോദിക്കും, പിന്നെ പേയ്മെന്റ് വരെ വന്നിട്ടുണ്ടോ. അതിന് 27-ാം തീയതി ഇപ്പോഴും വന്നിട്ടില്ല. അപ്പൊ എനിക്ക് സംശയം തോന്നിട്ട് ഞാൻ ആക്സൻസിൽ ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ലാസ്റ്റ് നമ്പർ അപ്പൊ നമ്മുടെ വിചാരം നമ്മുടെ ബാങ്ക് നമ്പർ തന്നെയാണ് ലാസ്റ്റ് അതെന്ന് നമ്മൾ. പക്ഷെ അത് പിന്നീട് സംശയം വന്ന് നോക്കിയപ്പോ നമ്മുടെ അല്ല. സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. യൂട്യൂബിൻ്റെ റവന്യൂ അവർക്ക് വന്നില്ല. അതായത് അവർ അടിച്ചു കൊടുത്ത അക്കൗണ്ട് നമ്പർ മാറിപ്പോയി. അതിനെ തുടർന്നാണ് അവർക്ക് കാശ് കിട്ടാനായിട്ട് ഡിലേ ആയത്. അതിനെ പറ്റിയിട്ടാണ് പുള്ളിക്കാരി പറഞ്ഞു വരുന്നത്. അതിൽ ബാക്കിയോടെ കാണാം. അപ്പൊ ഞങ്ങള് ആകെ ടെൻഷനായി. ബാങ്കിൽ പോയപ്പോ അവര് പറഞ്ഞു ഇങ്ങനെ ഒരു അക്കൗണ്ട് ഇപ്പൊ ഇല്ലാന്നാണ് പറഞ്ഞത്. ആദ്യം അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല നമ്പറിൽ, അതുകൊണ്ട് ബാങ്കിൽ പോയി ഹോൾഡായി എടുക്കണ്ടാവും പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് പിന്നെ പകുതി സമാധാനമായി. പിന്നെ നോക്കിയപ്പോഴാണ് പറയണ അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ട് ഭയങ്കര ടെൻഷനായി. അപ്പൊ ബ്രാഞ്ച് ഒറീസയിലത്തെ ബ്രാഞ്ചിലേക്കാണ് പോയിന്ന് പറഞ്ഞത്.
ഞങ്ങക്ക് ഭയങ്കര ടെൻഷനായിട്ടാ. എന്നിട്ട് നോക്കി പറഞ്ഞു ആ ബാങ്കിലേക്ക് കാശ് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്തു. അപ്പൊ പോണില്ല. അപ്പൊ എന്താ വെച്ചാ സ്വിഫ്റ്റ് കോഡും കാര്യങ്ങളൊക്കെ തെറ്റായോണ്ട് അവര് അത് ഇട്ട് കൊടുത്തിട്ടില്ല ബാങ്കിലേക്ക്. അപ്പൊ അവര് പറഞ്ഞു ഇത്ര ദിവസം കൊണ്ട് റിട്ടേൺ പോവും, റിട്ടേൺ പോയിട്ട് അത് നിങ്ങൾക്ക് റിട്ടേൺ പോകുന്ന പറഞ്ഞു. റിട്ടേൺ പോവണത് കാണല്ലേ, എന്താ വെച്ചാ ബാങ്ക് അവധി. ആ സമയത്താണെങ്കിലോ ഫുള്ള് ബാങ്ക് അവധി, 4-5 ദിവസമൊക്കെ ബാങ്ക് അവധി. നമ്മൾക്ക് ഇങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോഴും പറയുന്നത് ഇത്ര വർക്കിംഗ് ഡേയ്സ്. ആകെ ടെൻഷനായി. അതാണ് നമുക്ക് കുറച്ച് കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞങ്ങൾ ശരിക്കും വിചാരിച്ചു നഷ്ടപ്പെട്ടു. അത് നമ്മളത് വിചാരിച്ചിട്ട് നമ്മളും കൊറേ കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചു. അപ്പൊ എന്തായാലും ഇവർ പറഞ്ഞ് മനസ്സിലായോ, എന്താണ് അക്കൗണ്ട് നമ്പർ എന്തോ കൊടുത്തത്, റവന്യൂ വരുന്നതിന്റെ അക്കൗണ്ട് നമ്പർ എന്തോ കൊടുത്തത് കറക്റ്റ് ആയില്ല. അപ്പൊ അത് കാരണം റവന്യൂ അക്കൗണ്ടിൽ കയറിയിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് അവർ ചെയ്തത്. അപ്പോൾ എന്തായാലും ബാക്കിയും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിന് സംബന്ധമായിട്ടുള്ള വീഡിയോ ആണ് അവരതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർ പറഞ്ഞത് വേറൊരു തരത്തിലുള്ള വീഡിയോ ആണ് ഇവർ പറഞ്ഞത്. എന്തായാലും ബാക്കിയും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. കാശിന്റെ ബുദ്ധിമുട്ടിയാണ്. അപ്പം ഞാൻ ഇന്നാളൊരു അങ്ങനെ പറയാം, ഞാൻ ഒരു മാസം കാശ് കിട്ടാണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടി എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ, കല്യാണം കഴിഞ്ഞ് 1 മാസം ആകുമ്പോഴേക്കും നമ്മൾ കാശ് കിട്ടാണ്ട് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ, ഇത്രയും വർഷം നമ്മൾ മക്കളെ നോക്കി വളർത്തി പല ഘട്ടങ്ങളിലൂടെ ഞങ്ങൾ വരുമ്പോൾ ഞാനും എൻ്റെ ഭർത്താവ് എത്രത്തോളം ആവാണ്ട് ഇനിയിപ്പോൾ പൊന്നു ഷേപ്പിന്ന് അവർ ഒറ്റയ്ക്കായിരുന്നു ജീവിതത്തിന്. കല്യാണം കഴിച്ചോണ്ടിപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമുള്ള ഒരാളാണ് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വിഷമം. അപ്പോൾ ആ ഒരാളുമായി കാശ് കിട്ടാണ്ട് അത്രക്ക് ഉരുകി ടെൻഷൻ അടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി. പിന്നെ കണ്ണടച്ച് അങ്ങനെ ഞാൻ അതല്ല പറഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്കുള്ള ഉപദേശമാണ് ഞാൻ തരുന്നത്. ചെറിയ ഉപദേശമായിരുന്നു. നമ്മളെടുത്ത് ചാടി പോകുമ്പോൾ പിന്നെ അവിടെ നിന്നാണ് നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് എത്രത്തോളം വലുതാണ്. ഇത്രയും വർഷം ഈ വീട്ടിൽ ജീവിച്ചിട്ട് ഒരാൾക്ക് ഇത്ര ബുദ്ധിമുട്ടോ വിഷമോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും കാശിനു വേണ്ടി ഞാനും എൻ്റെ അനുവേട്ടനും ഉരുകി തീർന്നുണ്ട്. ഇപ്പോൾ ഈ 2 ദിവസം അവരെന്തായാലും ആ മാസത്തെ റവന്യൂ വരാത്തതിനെ കുറിച്ചിട്ടും അതുപോലെ ആ മാസം റവന്യൂ വരാതിരുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടൊക്കെയാണ് ആ വീഡിയോയിൽ അവർ പറയുന്നത്. പക്ഷേ അവരുടെ നന്ദനയുടെ അച്ഛനും അമ്മയും അത് വേറെ തരത്തിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അവർ നമുക്ക് ഇപ്പോൾ ഒരു മാസം നമുക്കൊരു ജോലി സ്ഥലത്ത് പോയി, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് നമുക്കൊരു മാസത്തെ ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവില്ല. അതാണ് അതിനെ കുറിച്ചിട്ടാണ് ആ വീഡിയോയിൽ പറയുന്നത്. ഒരു മാസം റവന്യൂ കിട്ടാതായപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നു, ഇങ്ങനെയൊക്കെ നേരിടേണ്ടി വന്നു എന്നുള്ള രീതിയിലാണ് അവർ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നന്ദനയുടെ അച്ഛനും അമ്മയും പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കൂ. അവരുടെ ബുദ്ധിമുട്ടുള്ളൂ ഞങ്ങൾ കാണിക്കുന്നില്ല. പിന്നെ കുറേ ആൾക്കാർക്ക് പ്രശ്നം, ഞങ്ങൾ വീട് പുതുക്കി അതായത് ഒരു വാക്ക് ഈ തള്ളകയിൽ കുറേ കാശാണ്, അതാണ് വീട് ഞങ്ങൾ വീട് എന്താക്കണം. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ വായിക്കട്ടെ. എന്തായാലും നിങ്ങൾ കുഞ്ഞൻ ഒളിച്ചോടുന്നതിന് മുന്നേ വീഡിയോയിൽ വന്ന് വെഡ്ഡിങ് നടത്താൻ ക്യാഷ് ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. സഹതാപത്തിന് കിട്ടാൻ വേണ്ടി അല്ലായിരുന്നു അത്, അങ്ങനെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ പറഞ്ഞു അല്ല, അത് സത്യമായിരുന്നു എന്ന്. പിന്നെ അവൾ പോയി സെയിം വീക്ക് നിങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞു അതും ഓൾറെഡി പ്ലാൻ ചെയ്തതായിരുന്നു, അല്ലാതെ അവൾ പോയത് കൊണ്ട് അല്ല എന്ന്. അപ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് എന്നാൽ അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് അല്ലേ? കല്യാണം നടത്തി കൊടുക്കാൻ ക്യാഷ് ഇല്ല അല്ലേ? ഇതൊക്കെയാണ് കുട്ടി ഇവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയണം. ഇവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ മോൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പോയപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതിപ്പോൾ പ്രശ്നം എവിടെയാണെങ്കിലും ഉണ്ടാവും, പൈസേൻ്റെ ബുദ്ധിമുട്ട് എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇത് ഈ നന്ദന എന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങൾ തന്നെയാണ് ഈ ഒരു കല്യാണ ആലോചന ഉണ്ടാക്കി കൊടുത്തതും അത് ഒടുവിൽ എന്തൊക്കെയോ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് ഒഴിവാകാൻ ശ്രമിച്ചപ്പോൾ പുള്ളിക്കാരി ഒഴിവാക്കാതെ അവൻ്റെ കൂടെ ഇറങ്ങി. ഇവർ കല്യാണം കഴിച്ച് കൊടുക്കില്ല എന്നുള്ളത് കണ്ടപ്പോൾ പുള്ളിക്കാരി അവൻ്റെ കൂടെ പോയത്. അപ്പോൾ അവളെ എന്താ പറയുക, ഒരു പരിധിവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇവരുടെ കയ്യിലും കുറേ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളിക്ക്
നന്ദന വിചാരിച്ചു ഇനിയും കല്യാണം നടക്കില്ല എന്നുള്ള തരത്തിലാണ് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. അതും എന്താണ് അവൻ്റെ അച്ഛൻ്റെ അമ്മൻ്റെയും സമ്മതപ്രകാരം അവർ വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വീണ്ടും നമ്മൾ പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് പറയുന്ന സമയത്ത് നമ്മുടെ വില തന്നെയാണ് പോകുന്നത്. ആ ഒരു സംഭവമാണ് ഇപ്പോൾ ഉപ്പും മുളകും ലേറ്റിൽ ഇവർക്ക് സംഭവിച്ച കാര്യങ്ങൾ. ഇവർ വന്നിട്ട് വായി തോന്നിയ കാര്യങ്ങളെല്ലാം വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളമ്പി, അങ്ങനെയാണ് ഇവർക്ക് ഇത്രയും പ്രശ്നങ്ങൾ വഷളായത്. അപ്പോൾ അതിന് പിന്നെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒരു കാര്യം പറയുന്ന സമയത്ത് മുന്നും പിന്നും ആലോചിച്ചിട്ട് വേണം പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചർച്ച ചെയ്യാൻ. പിന്നെ അത് റിയാക്ട് ചെയ്ത് എടുക്കുന്നവർ അത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും ബാക്കി കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. എന്ത് കൂട്ടുകാഴ്ചയായാലും എൻ്റെ പൊന്നു മോനെ ആരായാലും ചേച്ചി സഹോദരി ആരായാലും വേണ്ടില്ല അന്ന് പറഞ്ഞ സെയിം ഡയലോഗിനാണ് ഞങ്ങളുടെ കയ്യിൽ കാശില്ല. സ്ഥലം ചേട്ടനോട് ഇത് ഉള്ള കല്യാണത്തിനേക്കാൾ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ഥലം കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എനിക്ക് 1 ലക്ഷം എനിക്ക് തരണം, എൻ്റെ കിച്ചൺ സെറ്റ് ചെയ്ത് തരണം. അപ്പോൾ എന്താണ് അത് 1 മാസത്തെ റവന്യൂ വരാത്തതിനെ കുറിച്ചിട്ടാണ് അവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉടനെ ഇവർ അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളുണ്ടെന്നും പറഞ്ഞിട്ട് കുറേ എന്തൊക്കെയൊക്കെയോ നന്ദനയെ കുറ്റം പറയുന്ന രീതിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ആകുന്നത് നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാതിരിക്കുക. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പബ്ലിക്കിന് മുമ്പിൽ പറയുന്ന സമയത്ത് അന്ന് പറഞ്ഞതെല്ലാം ഒരു പരിധി വരെ എല്ലാം ഒതുങ്ങി ഇപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് പറച്ചിൽ നിർത്തിയതാണ്. വീണ്ടും ഇവർ എടുത്ത് ഇടുകയാണ് ചെയ്തത്. നന്ദന അതിനെക്കുറിച്ച് പിന്നെ ഫാമിലി മാറ്റേഴ്സ് ഒന്നും പുള്ളിക്കാരി പറയാറില്ല. അവളുടേതായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് വീഡിയോസുകൾ ചെയ്യുന്നത്. ഇവർ പക്ഷേ എന്താണ് ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും അതൊക്കെ പഴയ കാര്യങ്ങളെല്ലാം കുത്തിപ്പോക്കുന്ന രീതിയിലാണ് ആളുകൾക്ക് അത് ഇതാവുള്ളൂ. വീണ്ടും നെഗറ്റീവിലോട്ടാണ് ഇവർ പോകുന്നത്. അപ്പോൾ പിന്നെ ആളുകൾ നെഗറ്റീവ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടോ ഇതായിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.